ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ 4ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ 1ാമത്തെ യൂണിറ്റിലെ ബാലൻസ് വരുന്ന ആക്ടിവിറ്റീസാണ് പറയുന്നത്. ആദ്യം നമുക്ക് 4ാമത്തെ ആക്ടിവിറ്റി ഒന്ന് നോക്കാം. ദ ഫയർമാൻ ഹെൽപ്പ് ദിൽനാസ് മദർ വേക്ക് അപ്പ്. ദിൽന വിഷ് ടു താങ്ക് ദം. ഷീ മെയ്ഡ് എ കോൾ ടു ദ ഫയർ സ്റ്റേഷൻ. Enact the conversation between Dilna and the lady officer in the class. Write the conversation between Dilna and the officer. ഇവിടെ എന്താ പറയുന്നത്? നമുക്കറിയാം, നമ്മുടെ സ്റ്റോറിക്കകത്ത് ഫയർമാൻ എന്ത് ചെയ്തു? ദിൽനയുടെ അമ്മയെ രക്ഷപ്പെടുത്തി. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് അവരൊക്കെ പോയതിന് ശേഷം അവൾക്ക് ഒന്നുകൂടി എന്ത് ചെയ്യണമെന്ന് തോന്നുന്നു? അവരോടൊരു വിളിച്ച് ഒരു താങ്ക്സ് പറയണമെന്ന് തോന്നുന്നു. അവൾ ആ തിരക്കിനകത്ത് ചിലപ്പോൾ പറഞ്ഞു കാണില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു? അവർ ഒന്നുകൂടി വിളിച്ച് ഒന്ന് നന്ദി പറഞ്ഞേക്കാം എന്ന് കരുതി അവൾ ഫയർ സ്റ്റേഷനിൽ വിളിക്കുമ്പോൾ നമ്മൾ പാഠപുസ്തകത്തിൽ വായിക്കുന്ന സമയത്ത് പരിചയപ്പെട്ട അതേ ലേഡി ഓഫീസറാണ് എന്ത് ചെയ്യുന്നത്? കോൾ അറ്റൻഡ് ചെയ്യുന്നത്. എന്നിട്ട് അവർ തമ്മിൽ വരാനിടയുള്ള ഒരു കോൺവെർസേഷനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മേക്ക് ചെയ്യേണ്ടത്. കോൺവെർസേഷൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എക്സ്ചേഞ്ചുകൾ തമ്മിൽ എന്തുണ്ടായിരിക്കണം? റിലേഷൻ ഉണ്ടായിരിക്കണം, കണക്ഷൻ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഓരോ ചോദ്യമാണെങ്കിൽ അതിന് ക്വസ്റ്റ്യൻ മാർക്ക്, ഒരു എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആണെങ്കിൽ എക്സ്ക്ലമേഷൻ മാർക്ക്, ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളെല്ലാം കോൺവെർസേഷനിൽ എന്താണ്? ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇവിടെ നമുക്ക് ദിൽനയാണ് എന്ത് ചെയ്യുന്നത്? കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവൾ എന്ത് പറയുന്നു? ഫോൺ എടുത്ത്, ഹലോ മാഡം, ഐ എം ദിൽന കോളിംഗ് ഫ്രം ചെറുവപ്പാടി. സോ സ്വാഭാവികമായിട്ടും ഫോൺ അറ്റൻഡ് ചെയ്യുന്ന മാഡം എന്തു പറയുന്നു? ഓ, ഐ റിമെമ്പർ യു, ഹൗ ആർ യു ദിൽന? ആ ശരിയാ, എനിക്ക് തന്നെ ഓർമ്മയുണ്ട്, എങ്ങനെ ഇരിക്കുന്നു നിനക്ക് എന്ന് ചോദിക്കുന്നു. ഇനി നമ്മളാണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താവണം? ദിൽനയും ആവണം, ലേഡി ഓഫീസറും ആവണം. എന്നിട്ട് അവർ തമ്മിൽ പറയാനിടയുള്ള ഒരു സംഭാഷണമാണ് നമ്മളിപ്പോൾ എന്ത് ചെയ്യാൻ പോകുന്നത്? തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഇവിടെ നോക്കൂ, ഞാനിവിടെ ഒരു കോൺവെർസേഷൻ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ എഴുതി വെച്ചതും ഇതും കൂടി എന്ത് ചെയ്യുക? കമ്പയർ ചെയ്ത് നോക്കുക. വീണ്ടും പറയുന്നു, കോപ്പി പേസ്റ്റ് ചെയ്യരുത് കേട്ടോ. ഇവിടെ നോക്കൂ, ദിൽനയോട് ഹൗ ആർ യു എന്നാണ് ഓഫീസർ എന്ത് ചെയ്തത്? ചോദിച്ചത്. സോ ദിൽന എങ്ങനെയാണ് മറുപടി പറയുക? ഒരാൾ നമ്മൾ ഹൗ ആർ യു എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് മറുപടി പറയുന്നത്? അതെ, ഐ എം ഫൈൻ മാം എന്ന് പറഞ്ഞു. ദെൻ അവൾ എന്ത് ചെയ്തു? വാട്ട് അബൌട്ട് യു? അത് നമ്മുടെ ഒരു മാനേഴ്സാണ് അല്ലേ? നമ്മളോട് ഒരാൾ സുഖമാണോ ചോദിച്ചാൽ തിരിച്ചും താങ്കൾക്ക് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്നത് എന്താണ്? നമ്മുടെ ഒരു മാനേഴ്സാണ്. സോ ഇവിടെ ദിൽന എന്ത് ചെയ്യുന്നു? തിരിച്ച് അവരോട് അങ്ങനെ ചോദിക്കുന്നു. ദെൻ ദ ഓഫീസർ സെഡ്, ഐ എം ഡൂയിങ് ഗുഡ് ദിൽന, വൈ ഡു യു കോൾ അഗെയിൻ? നീ എന്താ വീണ്ടും വിളിച്ചത്? എനിക്ക് നന്നായിട്ട് പോകുന്നു എന്ന് അവർ പറഞ്ഞു. ദെൻ ദിൽന അവൾ എന്ത് ചെയ്യുന്നു? അവൾ വിളിച്ച കാര്യം പറയുകയാണ്. എന്താണ് അവൾ പറയുന്നത്? ഐ വോണ്ട് ടു സേ എ ബിഗ് താങ്ക്സ് ടു യു ആൻഡ് യുവർ സബോർഡിനേറ്റ്സ്. നിനക്കും അല്ലെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ കൂടെയുള്ള വർക്കേഴ്സിനും എനിക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്? ഒരു വലിയ നന്ദി പറയേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്? ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് എന്ന് അവൾ പറയുന്നു. ദെൻ ദ ഓഫീസർ സെഡ്, താങ്ക് യു, ബട്ട് ദാറ്റ് ഈസ് അവർ ഡ്യൂട്ടി ദിൽന. അവർ നന്ദി പറഞ്ഞെങ്കിലും അവരൊരു കാര്യം കൂടി കൂട്ടിച്ചേർത്തു. എന്താണത്? അത് ഞങ്ങളുടെ ഡ്യൂട്ടിയാണ്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും നമുക്ക് എല്ലാവർക്കും ഉള്ള ഡ്യൂട്ടീസ് നമ്മൾ തന്നെ ചെയ്യണം അല്ലേ? അവരത് പറഞ്ഞു. ദെൻ ദിൽന സെഡ്, ഐ നോ മാം, എനിവേ യു സേവ് മൈ മദർ, താങ്ക് യു സോ മച്ച്. എനിക്കതറിയാം, പക്ഷേ നിങ്ങൾ എൻ്റെ അമ്മയുടെ ജീവൻ രക്ഷിച്ചു, അതിന് ഒരുപാട് നന്ദിയുണ്ട് എന്ന് പറയുന്നു. ദെൻ പോലീസ് ഓഫീസർ എന്ത് പറയുന്നു? യു ആർ വെൽക്കം ദിൽന, ബൈ എന്ന് പറഞ്ഞ് എന്ത് ചെയ്യാം? നമുക്ക് കോൺവെർസേഷൻ അവസാനിപ്പിക്കാം. ഇവിടെ ഈ കോൺവെർസേഷനിൽ ഇപ്പോൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് കണക്ഷൻ വന്നിരിക്കുന്നതെന്നൊക്കെ മനസ്സിലായി കാണുമല്ലോ അല്ലേ? അപ്പോൾ ഇതുപോലെ ചിന്തിച്ച് വേണം എന്ത് ചെയ്യാൻ? നിങ്ങൾ കോൺവെർസേഷൻ എഴുതി കൊണ്ടുപോകാൻ. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. ഇനി നമ്മൾ 5ാമത്തെ ആക്ടിവിറ്റിയിലേക്കാണ് പോകുന്നത്. ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കൂ. ഹിയർ ആർ സം പിക്ചേഴ്സ് വിച്ച് ഷോ സം എമർജൻസി സിറ്റുവേഷൻസ്. ഐഡൻറ്റിഫൈ ദ സിറ്റുവേഷൻ. ഇവിടെ നിങ്ങൾക്ക് കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ആ എമർജൻസി സിറ്റുവേഷൻസ് ഏതൊക്കെയാണ് എന്നാണ് നിങ്ങളോട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അവിടെ നോക്കി, ആ ഫസ്റ്റിലെ പിക്ചറിൽ എന്താണത്? ബോംബ് ബ്ലാസ്റ്റ് ആണല്ലേ? അപ്പോൾ എന്ത് ചെയ്യുന്നു? അവിടുന്ന് ആളുകളെ രക്ഷിച്ചുകൊണ്ട് പോകുന്നു. സെക്കൻഡ് പിക്ചറോ? ആക്സിഡൻറ്റ്. നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവാം.
ദെൻ റോഡ് ആക്സിഡൻ്റ് ആണ് സെക്കൻഡ് വൺ. തേർഡ് വൺ നോക്കൂ, എന്താണത്? ഗ്യാസ് സിലിണ്ടർ എന്ത് ചെയ്തിട്ടാണ്? പൊട്ടിയിരിക്കുകയാണ് അല്ലേ. അപ്പോൾ എന്ത് പറയാം? ഗ്യാസ് സിലിണ്ടർ എക്സ്പ്ലോഷൻ ആണത്. ദെൻ ഫോർത്ത് വൺ എന്താ? ഒരു കുട്ടി മുങ്ങിപ്പോവുകയാണ്. എന്താ അതിന് പറയുന്നത്? ഡ്രോണിങ് എന്നാണ് പറയുന്നത് കേട്ടോ. മുങ്ങി മരിക്കുന്നതിനെ എന്ത് പറയും നമ്മൾ? ഡ്രോണിങ് എന്ന് പറയും. ഇനി നിങ്ങളോട് ചോദിച്ചിട്ടുള്ള ചോദ്യം നോക്കൂ. വാട്ട് ആർ സം അതർ എമർജൻസി സിറ്റുവേഷൻസ് വി മൈറ്റ് എക്സ്പീരിയൻസ് ഇൻ ലൈഫ്? റൈറ്റ് ദം ബിലോ. നമ്മൾ തീർച്ചയായും അല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്കൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ബാക്കി ഉള്ള എമർജൻസി സിറ്റുവേഷൻസ് എന്തൊക്കെയാണ് എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. എന്തൊക്കെയാണ് ഇനി എമർജൻസി സിറ്റുവേഷൻസ്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതുപോലെയുള്ള വേറെ എന്തൊക്കെ ആപത്തുകൾ നമുക്ക് വരാൻ സാധ്യതയുണ്ട്? ഇവിടെ നോക്കൂ, ഹൗസ് ഓൺ ഫയർ. അത് നമുക്ക് ചിലപ്പോൾ വരാനുള്ള ഒരു സാധ്യതയുള്ള കാര്യമാണ് അല്ലേ, വീടിന് തീ പിടിക്കുക എന്നുള്ളതൊക്കെ. ദെൻ സ്ട്രീറ്റ് ഡോഗ് അറ്റാക്ക്. ഇപ്പോൾ നമ്മൾ ഒരുപാട് ന്യൂസ് പേപ്പറിലൊക്കെ കേൾക്കാറുണ്ട്. എന്ത് ചെയ്യുന്നു? തെരുവ് നായ്ക്കളുടെ അറ്റാക്ക്. ദെൻ തേർഡ് വൺ നോക്കിയേ, ഹിറ്റ് ബൈ ഇലക്ട്രിസിറ്റി. അതെന്താ ഇലക്ട്രിസിറ്റി? ഹിറ്റ് ബൈ ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ അതെ, വൈദ്യുതാഘാതമാണ്. ഷോക്ക് അടിക്കുക എന്ന് നമ്മൾ പറയും അല്ലേ. അതിനെയാണ് ഹിറ്റ് ബൈ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മൂന്നും എന്താണ്? ഒരു എമർജൻസി സിറ്റുവേഷൻസ് ആണ്. ഇതിനേക്കാൾ കൂടുതൽ എമർജൻസീസ് ഇനിയും ഉണ്ട്. അപ്പോൾ കൂട്ടുകാരെന്ത് ചെയ്യുക? ബാലൻസ് വരുന്നത് നിങ്ങൾ കണ്ടുപിടിക്കുക കേട്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ലാസ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് കിടക്കുകയാണ്. ഇതിൽ നോക്കിയേ, ദ ഫോളോയിങ് ഇവൻറ്റ്സ് ഫ്രം ദ സ്റ്റോറി ലിറ്റിൽ ഹാൻഡ്സ് ബിഗ് കറേജ് ആർ ജംബിൾഡ്. അറേഞ്ച് ദ ഈവൻറ്റ്സ് ഇൻ ദ കറക്റ്റ് ഓർഡർ. ഇത് നമ്മൾ സാധാരണ ചെയ്തു വരുന്ന ഒരു ആക്ടിവിറ്റിയാണ്. 3ാം ക്ലാസ്സിലെല്ലാം നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും. സ്റ്റോറിയിലെ കുറച്ച് പ്രധാനപ്പെട്ട ഈവൻറ്റ്സാണ് അവിടെ എന്ത് ചെയ്തിട്ടുള്ളത്? ഡോട്ടിട്ട് തന്നിട്ടുള്ളത്. ഇതിന് നിങ്ങൾ എന്ത് ചെയ്യണം? അറേഞ്ച് ചെയ്ത് ഫസ്റ്റ് ഇവൻ്റ് ഏത്, സെക്കൻഡ് ഇവൻ്റ് ഏത് എന്ന് അറേഞ്ച് ചെയ്ത് താഴെ തന്നിട്ടുള്ള സ്പേസിൽ എന്ത് ചെയ്യുക? എഴുതുക. ഓക്കെ. ഇവിടെ നോക്കിയോ, ഒന്നാമത്തെ ഇവൻ്റായിട്ട് തന്നിട്ടുള്ളത് ദിൽന റഷ് ടു ഹെർ മദർ ആൻഡ് ഷൂക്ക് ഹെർ ജെൻ്റ്ലി. സെക്കൻഡ് വൺ, 2 firemen rush into the house. Third one, she ran to the phone and dialed 101. Fourth one, the mother smiled at the firemen and thanked them. Fifth one, Dilna and her little brother were playing in the backyard. Sixth one, they spotted a plate of cookies on the table. Last one, Dilna was invited to the fire station to receive an award. അപ്പോൾ ഇത്രയാണ് തന്നിട്ടുള്ളത്. ഇതിനെ നമുക്ക് എങ്ങനെ അറേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഇതിലേതാണ് ഒന്നാമതായിട്ട് വരുന്ന ഇവൻ്റ്? അതെ, 5ാമതായി തന്നിട്ടുള്ളതാണ് എന്ത് ചെയ്യേണ്ടത്? നമുക്ക് ഫസ്റ്റ് എഴുതേണ്ടത്. ദിൽന ആൻഡ് ഹെർ ലിറ്റിൽ ബ്രദർ വേർ പ്ലേയിങ് ഇൻ ദ ബാക്ക്യാർഡ്. അതാണ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് ലൈനിൽ തന്നെ എന്ത് ചെയ്യുന്നത്? മനസ്സിലാക്കുന്നത്. 2ാമതായി വരുന്നത് ഏതാണ്? ദേ സ്പോട്ടഡ് എ പ്ലേറ്റ് ഓഫ് കുക്കീസ് ഓൺ ദ ടേബിൾ. തേർഡ് വൺ ഏതാ? Dilna rushed to her mother and shook her gently. Fourth one, she ran to the phone and dialed 101. Fifth one, 2 firemen rushed into the house. Sixth, the mother smiled at the firemen and thanked them. Last one, Dilna was invited to the fire station to receive an award. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് പറയാനുള്ളത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. പറഞ്ഞിട്ടുള്ള 3 ആക്ടിവിറ്റീസും വളരെ സിമ്പിളാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. സോ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ടാറ്റാ.